ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. എനിവേ എന്തായാലും പോസ്റ്റ് മാർക്കറ്റ് തന്നെ പറയാം. കഴിഞ്ഞ ദിവസത്തെ ജസ്റ്റ് ചാർട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ നിലവിൽ ട്രിവാൻഡ്രത്താണ്. നമ്മുടെ ക്ലാസ് ഇന്നലെ ആയിരുന്നു. നല്ല മനോഹരമായിട്ട് ക്ലാസ് നടക്കാൻ ദൈവം സഹായിച്ചു. എല്ലാവർക്കും നല്ല പോലെ പ്രയോജനപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ നമുക്ക് ലൈവിൽ ട്രേഡ് എടുക്കാനും ഒരു ലൈവിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, ആ ട്രേഡ് എടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിനെ അതിജീവിക്കേണ്ടതെന്നും എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ആ ക്ലാസ്സിൽ സംസാരിച്ചു. ലൈവിൽ നമ്മൾ ട്രേഡ് എടുത്തു, നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പം അത് നിങ്ങൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം, അല്ലെ ലൈവായിട്ട് നമ്മൾ ഒരു മാർക്കറ്റ് കഴിഞ്ഞ ശേഷം പറയുന്നതും ഒരു ലൈവിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പം അത് നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ആ ലൈവിൽ തന്നെ നമുക്കങ്ങനെ ചെയ്യാനും അതിൻ്റെ എന്താണ് ആ ക്യാൻഡിലുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ വിശദീകരിക്കാനൊക്കെ നമുക്ക് ആ ക്ലാസ്സിൽ പറ്റി. ഓക്കെ, പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം പങ്കെടുത്ത എല്ലാവരോടും വളരെയധികം നന്ദി പറയുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ നിങ്ങൾ സന്തുഷ്ടരാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അത് പലരുടെയും കമൻറ്റുകളിൽ നിന്നും പലരും പേഴ്സണൽ മെസ്സേജ് അയച്ചതിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം നമുക്ക് ഈ ഇന്നലത്തെ ആ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഞാൻ ഈ കാര്യം ഓൾറെഡി ക്ലാസ്സിൽ സംസാരിച്ചതാണ്. എങ്കിലും നമ്മുടെ വ്യൂവേഴ്സിന്, യൂട്യൂബിൻ്റെ മെമ്പേഴ്സിന് ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഒന്ന് വിശദീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം 3-4 ദിവസമായി വീഡിയോ ചെയ്തിട്ട് അല്ലേ. നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ ശനിയാഴ്ച ചെയ്തതാണ് വീക്കിലി അനാലിസിസ്. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്തില്ല ഇല്ലേ. പിന്നെ അപ്പോൾ ഒത്തിരി ഗ്യാപ്പ് വന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ നിങ്ങൾ ധാരാളം കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒരു പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടായിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ദിവസത്തെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം മാർക്കറ്റാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു മാർക്കറ്റ് ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും. പാർട്ടിസിപ്പൻസ് അവിടെ നിന്ന് അവധി ആയതുകൊണ്ട് വോളിയം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് മൂവ്മെൻറ്റ്സും അതുപോലൊക്കെ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. മാർക്കറ്റ് അതുപോലെ തന്നെ ഒരു റേഞ്ചിനകത്തിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, കൺസോൾഡേറ്റ് ചെയ്തത്. അപ്പം ഇതിനകത്തിൽ ആദ്യത്തെ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറിനകത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർക്കൊക്കെ ഒരു ന്യായമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അല്ലാത്ത സമയം ഇന്നലെ എക്സ്പയറി ആയിരുന്നു. മാർക്കറ്റ് കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് പ്രീമിയം മാക്സിമം ഉരുക്കി തീർക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇന്നലത്തെ ലക്ഷ്യം. അപ്പം ഇന്നലെ എന്താണ് സംഭവിച്ചത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് 3 റിസൾട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. HDFC, ICICI പിന്നെ റിലയൻസും ഇതായിരുന്നു 3 ഹെവി വെയിറ്റേജ് സ്റ്റോക്കായിരുന്നു. അതിന് 3ൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു HDFCയുടെ നല്ല റിസൾട്ടാണ്, ICICIയുടെ അത്ര വലിയ പോരാ, പരാപരമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. റിലയൻസിൻ്റെ നല്ല പ്രോഫിറ്റായിരുന്നു. അപ്പം ഇതിനകത്തിൽ സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ HDFC രാവിലെ ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. രാവിലെ ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തു. ഇവിടെ ഒരു വ്യത്യാസം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു. എങ്കിൽ നിങ്ങളോടൊന്നും പറയാം. നോക്കിക്കേ, രാവിലെ HDFC ആണിത്. HDFC രാവിലെ ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്ത് നല്ല രീതിയിൽ മുകളിലോട്ട് പോയി ക്ലോസ് ചെയ്തു. ഗ്യാപ്പല്ല, ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത് നേരെ മുകളിലോട്ട് പോയി നല്ലൊരു 10-20 പോയിൻറ്റിൻ്റെ ഒരു ഹൈപ്പ് കിട്ടി. 1000 നിന്ന് ഏകദേശം 19-20 വരെ. അപ്പോൾ 20 പോയിൻറ്റിൻ്റെ ഒരു ഫസ്റ്റ് 10 മിനിറ്റിലൊരു പുഷ് വന്നതിന് ശേഷം നേരെ കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെ നേരെ തിരിച്ചു പോയി ന്യൂട്രലായിട്ട് തന്നെ ക്ലോസ് ചെയ്തു ഇല്ലേ. ഏകദേശം 1002 പോയിൻറ്റ് എവിടെയാണ് തുടങ്ങിയത് അവിടെ തന്നെ വന്ന് HDFC അവസാനിച്ചു ഇല്ലേ. ICICI നോക്കാം. ICICI ആണെങ്കിൽ ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തെങ്കിലും ഹ്യൂജ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ്. ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത് നേരെ മാർക്കറ്റ് താഴോട്ട് പോയി നമ്മൾ വരച്ച ലൈൻ 1402 പോയി സപ്പോർട്ട് എടുത്തു. അതിനുശേഷം പതുക്കെ ആടി കളിച്ച് നേരെ താഴോട്ട് പോയി ക്ലോസ് ചെയ്തു ഇല്ലേ. അപ്പോൾ ഇത് ഒരു നെഗറ്റീവ് ആയിരുന്നു. ഇനിയും റിലയൻസ്, വ്യത്യാസം ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. റിലയൻസും ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തു. നല്ല റിസൾട്ട് ആയതുകൊണ്ട് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്ത് ആ ഗ്യാപ്പപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് മാർക്കറ്റ് നമ്മുടെ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഈ 3 സ്റ്റോക്കിന് റിലയൻസ് ഇവിടെ ശ്രദ്ധിച്ച്, റിലയൻസ്, HDFC, ICICI ഇല്ലേ. ഇതിനകത്തിൽ HDFC രാവിലെ മാർക്കറ്റ് 140 പോയിൻറ്റ്, ഏകദേശം 130 പോയിൻറ്റിനടുത്താണ് ഗ്യാപ്പപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പം നമ്മൾ രാവിലെ എല്ലാവരും പ്രതീക്ഷിച്ചത് ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 230 പോയിൻറ്റിൻ്റെ ഗ്യാപ്പപ്പാണ് നമുക്ക് കാണിച്ചത് അല്ലേ. 230 പോയിൻറ്റിൻ്റെ ഗ്യാപ്പപ്പ് കാണിച്ചെങ്കിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഒരു 130 പോയിൻറ്റ് ഗ്യാപ്പപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയത് ആരാ? HDFC ആണ്. കാരണം
ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്ലാറ്റായിട്ട് HDFC ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ലൊരു പുഷ് വന്ന് മേലോട്ട് പോയി. അതിനനുസരിച്ച് മാർക്കറ്റ് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ പറയുന്ന പോലെ നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്ത പ്രകാരം തന്നെ ഒരു 200 പോയിൻറ്റിൻ്റെ ഒരു റാലി നമുക്ക് മാർക്കറ്റ് 130 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിന് ശേഷം ഒരു 70-80 പോയിൻറ്റിന് കൂടെ നമുക്ക് റാലി തന്നു. ആ റാലി എന്താണ്, ആദ്യത്തെ 5 മിനിറ്റ്, ഇപ്പോൾ ആദ്യത്തെ 10 മിനിറ്റ്, ആ 10 മിനിറ്റായി കാണുന്നത് കണ്ടില്ലേ, ആ ആദ്യത്തെ 5 മിനിറ്റ് 10ാമത്തെ മിനിറ്റിൽ ആ രണ്ട് ഈ HDFC നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് HDFC മൂവ് ചെയ്തപോലെ തന്നെയാണ് ഇത് മൂവ് ചെയ്തേക്കുന്നത്. ഇതാ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. HDFC മൂവ് ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ 5-10 മിനിറ്റ് മൂവ് ചെയ്ത് നല്ലൊരു പുഷ് കിട്ടി. അതുപോലെ തന്നെയാണ് നിഫ്റ്റി ബിഹേവ് ചെയ്തേക്കുന്നത്. അതിനുശേഷം കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ സാധനം നേരെ താഴെ പോയിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ താഴെ പോന്നപ്പം ഈ HDFC പിന്നെ അങ്ങ് ന്യൂട്രലായി. ഓക്കെ, HDFC ന്യൂട്രലായി കഴിഞ്ഞപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. HDFC എന്ത് ചെയ്തു, വീണ്ടും തിരിച്ച് പഴയ പോലെ ന്യൂട്രലായി. ഓക്കെ, റിലയൻസ് നല്ല പോലെ പെർഫോം ചെയ്തു. അപ്പോൾ ICICIയോ നേരെ കീപ്പോട്ട് പോയി. അപ്പം HDFC ന്യൂട്രലായിട്ട് നിൽക്കുകയും വടംവലി റിലയൻസും ICICIയും തമ്മിലായിരുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്, റിലയൻസ് 50 പോയിൻറ്റ് പോസിറ്റീവും ICICI 46 പോയിൻറ്റ് നെഗറ്റീവ്. അപ്പോൾ ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവൻ ന്യൂട്രലായിട്ട് നിൽക്കുകയും ഈ റിലയൻസിൻ്റെ മേൽക്കോയ്മയെ, റിലയൻസിൻ്റെ പോസിറ്റീവ്നെസ്സിനെ ICICI എന്ത് ചെയ്തു, വെട്ടി ഇല്ലേ. അത് കാരണം ഓൾമോസ്റ്റ് ഈക്വൽ വെയിറ്റേജ് ഇവർ തമ്മിൽ. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് അവസാനം വെറും ഒരു 5-6 പോയിൻറ്റിന് വ്യത്യാസം മാത്രമേ പോസിറ്റീവ്നെസ് ഉള്ളൂ അവിടെ. പിന്നെ മാർക്കറ്റിനെ നിലനിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫി IT സെക്ടറാണ്. ഇൻഫിയും TCSും നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ നിഫ്റ്റി പിടിച്ചു തന്നത്. അതിൻ്റെ കൂടെ തന്നെ ആക്സിസ് ബാങ്കും SBIയും നല്ലപോലെ പെർഫോം ചെയ്തു. ഓക്കെ, SBIയും കോട്ടക് ബാങ്കും ഒക്കെ ബാങ്കിങ് സെക്ടർ നല്ലപോലെ പെർഫോം ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ മെച്ചത്തിലാണ് നിഫ്റ്റി എന്ത് ചെയ്തത്, ഈ പറയുന്ന 133 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡ് നിലനിർത്തിയത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും 300 പോയിൻറ്റിൻ്റെ മേൽക്കോയ്മ നിലനിർത്തി. അതേസമയം ഈ ICICIയോടെ പെർഫോം ചെയ്യുമായിരുന്നെങ്കിൽ സംഭവം 26,000 കടന്ന് മൂളി പോകാൻ ഉള്ള സാധ്യത വളരെ കൂടുതലായിട്ട്. ഇതാണ് ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ചത്. അപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് താഴോട്ട് വന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ലൈൻ തന്നെ കൃത്യമായിട്ട് നോക്കിക്കേ, നമ്മുടെ ലൈനിൽ വന്ന് ടച്ച് ചെയ്ത് മാർക്കറ്റ് നേരെ തിരിച്ചു പോരുന്നു അല്ലേ, തിരിച്ചു പോന്നു. നേരെ വന്ന് വീണ്ടും നമ്മുടെ ബോട്ടം 25,781 എന്നുള്ള ആ ഏരിയയിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് വന്ന് തിരിച്ചു പോയി. അപ്പോൾ നമുക്കിവിടെ ഒരു ബിഗിനർ എൻട്രി, ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞു, നമുക്കിവിടെ ഒരു ബിഗിനർ എൻട്രി എന്ന് പറയാൻ നമുക്ക് എങ്ങും ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണുന്നില്ല ഇല്ലേ. ഇവിടെ നമുക്ക് ഇത് വലിയൊരു ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. വേണം റിസ്കി ട്രേഡേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ വന്ന് റിജക്റ്റ് ചെയ്തപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു PE എടുത്ത് അവർക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചാണെങ്കിൽ മാനേജ് ചെയ്യുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഓരോരുത്തരുടെയും മനോധർമ്മം അനുസരിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇവിടെ ഈ ട്രെയിനിൽ അന്ന് ഈ സമയത്ത് ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ട്രെയിനിലായിരുന്നു. ഈ ട്രെയിനിൽ വെച്ച് ഞാനിവിടെ ഈ തട്ടിപ്പോൾ തന്നെ ഇവിടെ ഒരു ട്രേഡ് എടുത്തു. 25,900 PE ഞാൻ എടുത്തായിരുന്നു. ഈ PE എടുത്തു സാധനം എനിക്ക് ഒരു 2,500 സംതിങ് അങ്ങോട്ട് പ്രോഫിറ്റ് കാണിച്ചു. പക്ഷേ ഞാനത് എക്സിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അല്ലേ, സിഗ്നൽ വിട്ട് പോയി അവസാനം അത് ക്ലോസ് ആയി. ഞാൻ നോക്കിയപ്പോൾ അവസാനം 900 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയത്. 2,500-3,000 രൂപയ്ക്ക് അടുത്ത് ഞാനത് പ്രോഫിറ്റ് കണ്ടതാണ് ഈ ഒരു വീഴ്ചയിൽ. പക്ഷേ അത് ക്ലോസ് ചെയ്യപ്പോഴത്തേക്കും അത് ക്ലോസ് ചെയ്യാൻ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ട് താമസിച്ചു. അങ്ങനെ 900-ലാണ്. എനിവേ ഒന്നും കിട്ടിയില്ലെങ്കിലും 900 രൂപയിൽ കിട്ടിയല്ലോ, നഷ്ടം വന്നില്ലല്ലോ. അതിലാണ് ഞാൻ ക്ലോസ് ചെയ്തത്. പക്ഷേ അത് ആർക്കെടുക്കാൻ പറ്റും, നമുക്കൊരു ബിഗിനറിനോ എടുക്കാൻ പറ്റത്തില്ല. വളരെ എക്സ്പീരിയൻസും വളരെ റിസ്കി ട്രേഡേഴ്സിനും മാത്രമേ ആ ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. എനിവേ അത് പോട്ടെ. അതിനുശേഷം മാർക്കറ്റ് വന്നു, കൺസോളിഡേറ്റ് ചെയ്തു, ഇവിടെ കുറേ ആടി കളിച്ചു. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആണെങ്കിൽ ഈ ഒരു റിജക്ഷൻ ക്യാൻഡിൽ, ഇതും ആണെങ്കിൽ റിജക്ഷൻ ക്യാൻഡിൽ സ്പെഷ്യലൈസ് ചെയ്തവർക്ക് ഒരു പക്ഷെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. കാരണം മാർക്കറ്റ് മുകളിലോട്ട് ഗ്രീനിൽ പോയതിന് ശേഷം തിരിച്ച് വന്നു ഒരു റിജക്ഷൻ ക്യാൻഡിലൂടെ നമ്മുടെ ഈ സപ്പോർട്ടിനെ താഴെ ക്ലോസ് ചെയ്തു വിത്ത് റെഡ് ഇല്ലേ. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് വേണമെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബോട്ടം കിട്ടും 10-15-20 പോയിൻറ്റ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ, എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ ക്ലാസ്സിനകത്ത് പറഞ്ഞായിരുന്നു. അതിനുശേഷം വേറെ ഒരു ട്രേഡും ഇല്ല, മാർക്കറ്റ് ഇങ്ങനെ കടന്ന് കളിച്ചതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഇതേ പോയിൻറ്റ് തിരിച്ചെത്തി. ഇവിടെയാണ് അവിടെ ഒരു ട്വിസ്റ്റ് ഇരിക്കുന്നത്. ഇത് ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ നോക്കിക്കേ, കറക്റ്റ് എവിടെയാണ് ഈ ബോഡി ഈ രണ്ട് ക്യാൻഡിലിൻ്റെയും ബോഡി എവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്, കണ്ടോ മനസ്സിലായോ? ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ബോഡി ക്ലോസിങ് വന്നിരിക്കുന്നു, സെക്കൻഡ് 5 മിനിറ്റ്സ് ക്യാൻഡിലിനും ബോഡി ക്ലോസിങ് വന്നത്. ഈ ബോഡി ക്ലോസ് ചെയ്തേക്കുന്ന അതേ പോയിന്റിലാണ് ഇവിടെ വന്ന് റിജക്ഷൻ ഉണ്ടായിരിക്കുന്നത് ഇല്ലേ. ഇത് ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്.
എക്സ്പ്ലെയിൻ. അപ്പോൾ നമുക്കിവിടെ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കിട്ടി. ഇവിടെ ഈ 2 പോയിന്റ് വന്നപ്പോൾ നമുക്കിവിടെ ഒരു ഐഡിയ ഇല്ല, ഇവിടെ വന്ന് റിജക്റ്റ് ചെയ്യുമോ, ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമോ ഒന്നും നമുക്കറിയത്തില്ല ഇല്ലേ. പക്ഷെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതേ സെയിം ഒരു ഡബിൾ ബോട്ടം പോലൂടെ, ഡബിൾ ടോപ്പ് പോലൂടെ ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ നമുക്കിവിടെ എന്തായി, ഈ ഇവിടെ വന്ന് റിജക്റ്റ് ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു ലൈൻ കിട്ടി ഇല്ലേ, ഒരു മാർക്ക് കിട്ടി. ആ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ അതിൻ്റെ താഴെ ക്ലോസിങ് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ട്രേഡ് എടുക്കാം. ഈ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയമായിരുന്നു. ഈ സമയത്ത് ഞങ്ങൾ വീണ്ടും ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്ത് ട്രേഡ് എടുത്തു. ഏകദേശം 20 പോയിൻറ്റ് ക്യാപ്ചർ ചെയ്ത് ഞാൻ ഇറങ്ങി. അത് ലൈവായിട്ട് ഞാൻ തന്നെ അവിടെ തന്നെ ചെയ്താൽ 20 പോയിൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്ത് കിട്ടി. ഏകദേശം ഇവിടെ വരെ എത്തി. ഇവിടെ എത്തുന്നതിന് മുന്നേ ഞാൻ എക്സിറ്റ് ചെയ്തു. 20 പോയിൻറ്റ് നമുക്ക് ഇവിടെ കിട്ടി. അപ്പം നമുക്ക് എങ്ങനെ നമുക്ക് ആ മൊമെൻ്റ് പിടിക്കാൻ പറ്റിയത് ഇതാ ഇവിടെ നമ്മളിവിടെ വാച്ച് ചെയ്യാം. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ചാർട്ടിനെ വാച്ച് ചെയ്യുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നിരന്തരമായ പരിശീലനം, ചാർട്ടിനകത്തുള്ള എന്താ പറയുന്നത്, നിരന്തരമായി വാച്ച് ചെയ്യുകയും ബാക്ക് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് കറക്റ്റായിട്ട് നോക്കി ആ ബോഡിയുടെ അവിടെ തന്നെ ഇവിടെ ഒരു റിജക്ഷൻ വന്നു. നമ്മളവിടെ ഒരു ലൈൻ വരച്ചിട്ടു. ഇതൊക്കെ ഇന്നലെ വരച്ച ലൈനാണ്. വരച്ചിട്ട് അവിടുന്ന് റിജക്ഷൻ വന്നു. ആ റിജക്ഷന് കയറി നമ്മൾ നല്ല രീതിയിൽ, അഥവാ ഇനി സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിലോ ഇത് ഈ ലൈനായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇല്ലേ. പോയാൽ നമുക്ക് ഒത്തിരി വലിയൊന്നും പോകാനില്ല. എത്ര പോയിൻ്റ് ഉണ്ട്, 909, 926, ഏകദേശം 15 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു 7 പോയിൻറ്റ്, 8 പോയിൻറ്റ്, 10 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. സുന്ദരമായിട്ട് നമുക്കതൊരു ട്രേഡ് കിട്ടും. പിന്നെ അത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ താഴെ വരെ വന്നിട്ട്, പക്ഷേ എക്സ്പയറി ഡേ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ന്യായമായ പ്രോഫിറ്റ് കിട്ടി നമ്മൾ അവിടുന്ന് എക്സിറ്റ് ചെയ്ത് ഇറങ്ങുക, അത് മാത്രമേ ഉള്ളൂ. അതിന് ശേഷം മാർക്കറ്റ് വന്ന് നമ്മൾ വരച്ച വരയെ തന്നെ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നാളെ എന്താണ് സംഭവിക്കുന്നുള്ളതാണ് ചോദ്യം. നാളെ ഇനിയിപ്പോൾ നമുക്ക് 2 ദിവസമുണ്ട്. ഇന്ന് മുഹൂർത്ത ട്രേഡിംഗ് ഉണ്ട്. 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് വലിയ വോളിയം ഒന്നും കാണാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, വലിയ വോളിയം അവിടെ ട്രേഡ് ചെയ്യാൻ, പിന്നെ ആൾക്കാർ കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങിക്കുമെന്നുള്ളതല്ലാതെ ഓപ്ഷൻസിൽ അതിനൊന്നും വലിയ മൂവ്മെൻറ്റ് നടക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ചിലപ്പോൾ കൂടിയുന്നപ്പോൾ ഒരു 10-50 പോയിൻറ്റിനകത്ത് റേഞ്ചിനകത്തിലായിരിക്കും ചിലപ്പം കടന്ന് മാർക്കറ്റ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഒഴിഞ്ഞിരിക്കാന്നുള്ളത്, ജസ്റ്റ് കാണുക എന്താണ് മുഹൂർത്ത ട്രേഡിങ്, അല്ലാതെ ട്രേഡ് ചെയ്യാനൊന്നും അവിടെ നിൽക്കരുത്. അവിടെ കാരണം വോളിയം ഒന്നും കാണത്തില്ല. നമുക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റ് ഉള്ളത് ബുധനാഴ്ച ചൊവ്വ, ഇന്നിപ്പോൾ തിങ്കളല്ലേ, ഇന്ന് ചൊവ്വയല്ലേ, നാളെ മാർക്കറ്റില്ല. ഒക്കെ വ്യാഴാഴ്ച മാത്രമേ ഇനി മാർക്കറ്റുള്ളൂ. വ്യാഴാഴ്ച സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. അപ്പോൾ ഇപ്പോഴേ നമുക്ക് വ്യാഴാഴ്ചത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നത്തെ US മാർക്കറ്റ്, നാളത്തെ US മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ട്രംപ് വെറുതെ പിന്നെ അലമ്പ് തുടങ്ങിയിട്ട് ചൈനയ്ക്കെതിരെ 150% താരിഫ് അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഡയലോഗുകൾ വരുന്നുണ്ട്. ഇനി അത് എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 26,040 ക്ലോസിങ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇനിയിപ്പം ട്രംപിൻ്റെ വായിലെ വാക്കുകളുടെ ശക്തി എന്താണ് എന്ന് നമുക്ക് അടുത്ത 2 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നത്തെ നൈറ്റും ഉണ്ട്, നാളത്തെ നൈറ്റും ഉണ്ട്. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് എന്തൊക്കെയാണ് മാർക്കറ്റ് സംഭവിക്കുന്നുള്ള കാര്യം ശരിക്കും വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ ഒരു പ്രീ മാർക്കറ്റ് ചെയ്യാം. ബുധനാഴ്ച വൈകുന്നേരം ഞാനൊരു പ്രീ മാർക്കറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ക്ലോസിങ് 26,013 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനിയിപ്പോൾ തിങ്കളാഴ്ച നമുക്ക് ബുധനാഴ്ച വൈകുന്നേരം നമുക്കൊരു പ്രീ മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പിക്ചർ കിട്ടും മാർക്കറ്റ് എവിടം വരെ പോകും, എന്താണ് ഗതി എന്നുള്ളത്. കാരണം 2 ദിവസം മുന്നേ നമ്മൾ ചെയ്തൊരു കാര്യമില്ലല്ലോ, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം ആയാലും ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്, ജസ്റ്റ് ഇത് കാണുക. പങ്കെടുത്തവരൊക്കെ, എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തവരൊക്കെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ, ഇന്നലത്തെ ക്ലാസ് മാത്രമല്ല, ഇന്നലെ ആയാലും എറണാകുളത്തായാലും നേരത്തെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സിലായാലും ഒക്കെ പങ്കെടുത്തവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എങ്ങനെയാണെന്നുള്ള കാര്യം. എന്തായാലും സന്തോഷമായിരുന്നു എല്ലാവരെയും കാണാനും നിങ്ങളുടെ സന്തോഷം പങ്കിടാനും പരസ്പരം കാണാനും സഹകരിക്കാനൊക്കെ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ സ്നേഹവും സന്തോഷവും ഒക്കെ എന്നും നിലനിന്ന് പോകാൻ ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിർത്തുന്നു. താങ്ക് യു ഓൾ.